നമസ്കാരം. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പരിശീലക ചുമതല ഏറ്റെടുക്കുകയാണ് മനോലോ മാർക്കസ്. ലോക റാങ്കിങ്ങിൽ പിന്നോട്ടുള്ള യാത്ര തുടരുന്ന ലോകകപ്പ് യോഗ്യതയ്ക്ക് പുറത്തായ ഇന്ത്യൻ ടീമിൽ വലിയ വെല്ലുവിളിയാണ് പുതിയ പരിശീലകനെ കാത്തിരിക്കുന്നത്. പുതിയ നായകനൊപ്പം മുന്നേറ്റം നയിക്കാൻ ഒരു താരത്തെ കൂടി മനോലോ കണ്ടെത്തണം. എവിടെ നിന്ന് ഉടച്ചു വാർക്കണം ഇന്ത്യൻ ഫുട്ബോളിനെ? ആരാണ് മനോലോ മാർക്കസ്? 2020 മുതൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഹൈദരാബാദ് FC പരിശീലകൻ. 2021-22 സീസണിൽ ടീമിനെ കിരീടത്തിലേക്ക് നയിച്ചു മനോലോ. 2023-24 സീസണിൽ ഗോവയുടെ പരിശീലകനായി ചുമതലയേറ്റെടുത്ത് ആ സീസണിൽ ടീമിനെ 3ാം സ്ഥാനത്തെത്തിച്ചു. സ്പാനിഷ് ക്ലബ്ബായ PB അഗുവേരയിൽ പരിശീലകനായി കരിയർ ആരംഭിച്ച മനോലോ ആകെ 585 മത്സരങ്ങളിൽ പരിശീലകനായി കഴിവ് തെളിയിച്ചു. 47% വിജയ ശരാശരിയാണ് മനോലയ്ക്ക് കീഴിൽ ടീമുകൾക്ക് പ്രവചിക്കപ്പെടുന്നത്. അതായത് മത്സരത്തിൽ 50-50 ചാൻസുകളാണ് ടീമുകൾക്കുള്ളത്. ISL കരാർ അവസാനിക്കുന്നതുവരെ FC ഗോവയുടെയും ഇന്ത്യയുടെയും കോച്ചായി മനോലോ തുടരും. ലോക ഫുട്ബോളിനെ വിസ്മയിപ്പിച്ച സ്പെയിനിൽ നിന്നും പരിശീലകനായ ഒരാൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ അമരത്തേക്ക് എത്തുമ്പോൾ പ്രതീക്ഷകൾ ഏറെ. ഛേത്രയ്ക്ക് പകരം ഒരു നായകനെ കണ്ടെത്തുക പ്രഥമ ലക്ഷ്യം. ഒപ്പം മറ്റൊരു മുന്നേറ്റ കളിക്കാരനെ വാർത്തെടുക്കുക. സ്റ്റിമാക്കിന് കീഴിലുള്ള നേട്ടങ്ങളെ മറികടക്കാൻ സ്പാനിഷ് ഫുട്ബോൾ തന്ത്രങ്ങൾ ഒന്നൊഴിയാതെ പുറത്തെടുക്കേണ്ടി വരും. റാങ്കിങ്ങിൽ 99ാം സ്ഥാനത്തേക്ക് വരെ ടീമിനെ എത്തിച്ച സ്റ്റിമാക് 5 വർഷങ്ങളിൽ 4 കിരീടങ്ങളാണ് നേടിയത്. ഒരു വർഷം ഏറ്റവും അധികം കിരീടങ്ങൾ നേടി സ്റ്റിമാക് പേരെടുത്തു. ലോകകപ്പ് യോഗ്യത നേടിയില്ലെന്ന കാരണത്താൽ ഫെഡറേഷൻ പുറത്തേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ കാണാതെ പോയ ഈ നേട്ടങ്ങൾ മാർക്കസിന് വെല്ലുവിളിയാണ്. 30 വയസ്സിന് മുകളിലുള്ള 3 താരങ്ങൾ, 25-ന് മുകളിൽ 9 താരങ്ങൾ. സീനിയർ കളിക്കാരെ മാത്രം ആശ്രയിച്ച് എത്ര നാൾ ഇന്ത്യൻ ടീമിന് മുന്നോട്ട് പോകാൻ കഴിയും? 90 മിനിറ്റും കളിക്കാനുള്ള കായികക്ഷമതയ്ക്കായി ശരീരം പരിപാലിക്കേണ്ടത് എങ്ങനെയെന്ന് പോലും മനസ്സിലാക്കാതെ കരിയറിൻ്റെ നല്ല കാലം നശിപ്പിക്കുന്ന പ്രതിഭകളാണ് നമുക്ക് ചുറ്റും. ലോക ഫുട്ബോളിൽ 16ഉം 17ഉം വയസ്സുള്ള താരങ്ങൾ ചരിത്രമെഴുതുമ്പോഴാണ് പ്രതിഭകൾക്ക് കുറവില്ലാത്ത ഈ നാട്ടിൽ ടീമിൻ്റെ അവസ്ഥ. ടീമിനെ ഉടച്ചു വാർക്കേണ്ട ഉത്തരവാദിത്വം മാർക്കസിന് ചുമലിലാണ്. സെപ്റ്റംബർ മാസത്തിൽ വീണ്ടും മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നേ മാർക്കസിൻ്റെ മാന്ത്രികത്വം പ്രവർത്തിക്കണം. ചെലവഴിക്കാൻ അധിക സമയമില്ലാത്ത ഇഞ്ചുറി ടൈമിലാണ് മാർക്കസ് ചുമതലയേൽക്കുന്നത്. IM വിജയ്, ബെയ്ച്ചിങ് ബൂട്ടിയ തുടങ്ങിയവരുടെ സുവർണകാലം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വിദൂര ചരിത്രമാണ്. അതിനൊരു തിരുത്താണ് പഴയ സ്പാനിഷ് ക്ലബ് താരത്തിൽ നിന്നും ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചൊരു ഗെയിം ടെക്നിക് ഇല്ലാത്ത പ്രൊഫഷണലിസത്തിൽ ഇനിയും കടമ്പകൾ താണ്ടേണ്ട ഇന്ത്യൻ ഫുട്ബോളിന് മാർക്കസ് ബാലപാഠങ്ങൾ പകർന്നു നൽകണം. വിദേശ ക്ലബ്ബുകൾ ഇന്ത്യൻ പ്രതിഭകളെ തേടിയെത്തി അക്കാഡമികൾ ആരംഭിക്കുന്ന കാലത്താണ് നായകനില്ലാതെ ദേശീയ ടീം തുടരുന്നത്. ഫുട്ബോൾ സംസ്കാരമില്ലാതെ നല്ല താരങ്ങൾ വളർന്നു വരാതെ ഒരു പരിശീലകൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെന്ന് വാശി പിടിക്കുന്ന ഫെഡറേഷനുകളാണ് നമുക്കുള്ളത്. ISL കിരീടത്തിലേക്ക് ഹൈദരാബാദിനെ നയിച്ച പ്രകടനമാണ് ഇന്ത്യൻ ഫെഡറേഷനെ മാർക്കസിലേക്ക് നയിച്ചത്. എന്നാൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഈ നേട്ടത്തിനപ്പുറം കാര്യമായതൊന്നും കരിയറിൽ ഇല്ലാത്ത മാർക്കസിന്റെ പരിശീലക മികവും ആശങ്കയിലാണ്. മനോലോ മാർക്കസ് അത്ഭുത പ്രവൃത്തിയിലൂടെ ഇന്ത്യൻ ഫുട്ബോളിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമില്ല. പക്ഷേ മാർക്കസിന്റെ സ്പാനിഷ് പാരമ്പര്യം ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്നു. കിരീടങ്ങൾ നേടിയിട്ടും ലോകകപ്പ് യോഗ്യത ലഭിച്ചില്ലെന്ന കാരണത്താൽ കോച്ചുമാരെ പുറത്താക്കുന്ന യാഥാർത്ഥ്യബോധമില്ലാത്ത ഫെഡറേഷനുകളുള്ള നാട്ടിൽ മാർക്കസിന് ആ ദുരന്തം സംഭവിക്കില്ലെന്ന് നമുക്കും പ്രതീക്ഷിക്കാം.